രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവതയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. അതിജീവതയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. പോലീസിന്റെ കസ്റ്റഡിയിലുള്ള രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരം പൗടിക്കോണത്തെ വീട്ടിൽ നിന്നും ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ബലാത്സംഗ കേസിലെ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തിയതിനാണ് നടപടി. മെൻസ് കമ്മീഷന്റെ ആവശ്യം. നിങ്ങൾ എന്റെ ഫേസ്ബുക്കും യൂട്യൂബും എടുത്ത് നോക്കുക. ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല. അതിജീവിതയ്ക്കെതിരെ ലൈംഗിക ചുവയോടെ പരാമർശം നടത്തിയതിന് ഭാരതീയ ന്യായ സംഹിത 75(1)(4) വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ നന്ദാവനം AR ക്യാമ്പിലെത്തിച്ച് ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയ ശേഷം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിലെ സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചാണ് രാത്രി 9 മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധന പൂർത്തിയാക്കി. രാഹുലിനെ പിന്തുണച്ചാലുള്ള ദേഷ്യമാണ്, കള്ളപ്പരാതിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചാലുള്ള ദേഷ്യമാണ്. വ്യാജ പരാതിയാണ്. ഞാൻ അതിജീവിതയുടെ ഫോട്ടോ ഇട്ടിട്ടില്ല. എന്റെ ഫേസ്ബുക്കിൽ കയറി നോക്കണം. തൈക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിനെ ഇന്ന് വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും. തുടർന്ന് 11 മണിയോടെ കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.